നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ഒരു പിണക്കവും ഒരു രാത്രിക്കപ്പുറത്തേക്ക് നീണ്ടു പോവുകയേ ചെയ്യരുത്. ഞാൻ പറയുന്നത് ശ്രേയമൊക്കെ മനസ്സിലായോ? എനിക്ക് മനസ്സിലായി, ഞാൻ ശ്രദ്ധിച്ചോളാം ആന്റി. മോളുടെ വിവാഹം ആർഭാടായിട്ട് തന്നെ നടത്തണമെന്നാ ഏട്ടത്തിയുടെയും ഇവിടെ ഉള്ളവരുടെ എല്ലാവരുടെയും ആഗ്രഹം. ആ അതിനു വേണ്ടിയാ ഇവിടെ എല്ലാവരും കാത്തിരിക്കുന്നെ. ഞാൻ പറഞ്ഞതില് എന്തെങ്കിലും നല്ലതുണ്ടെങ്കിൽ മാത്രം എന്റെ മോളെ എടുത്താ മതി. ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. വയറ് നിറഞ്ഞു ഉപദേശം കാരണം. ഇനി 2 ദിവസത്തേക്ക് ആഹാരമൊന്നും എനിക്ക് വേണ്ട. അമ്മയ്ക്കും കിട്ടിയല്ലോ കുറച്ച് ഉപദേശം. അതൊക്കെ ഞാൻ എപ്പോഴേ ഈ ചെവിയിൽ കൂടി കയറ്റി ഈ ചെവിയിൽ കൂടി വെളിയിൽ കളഞ്ഞു. ഒരു ഉപദേശക്കാര് വന്നിരിക്കുന്നു. കല്യാണം കഴിഞ്ഞാലും നീയും ഭർത്താവും ഞങ്ങളുടെ കൂടെ തന്നെ ആയിരിക്കും ജീവിക്കാൻ പോകുന്നത്. നിന്നെ ഞങ്ങൾ ഒരിടത്തേക്കും വിടില്ല. നീ അഞ്ജനെ കണ്ടോ? ഇല്ല. അതെന്താ കാണാതിരുന്നത്? അവളെ കണ്ടിട്ടും വലിയ കാര്യമൊന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. മിണ്ടാൻ വയ്യെങ്കിലും അവളുടെ മുഖം നിറയെ പുച്ഛമാണ്. ഏതോ വലിയ കൊമ്പത്തേന്നാ അവളുടെ വിചാരം. ആ, ഇപ്പോഴും അവള് കൊമ്പത്ത് തന്നെ ആണല്ലോ ഇരിക്കുന്നത്. അവിടുന്ന് അവളെ വലിച്ച് നിന്റെ കൂട്ടിലേക്ക് ഇടണം. അതാ നിന്റെ മിടുക്ക്. നടന്നത് തന്നെ. അതിനൊരു സാധ്യതയും ഞാൻ കാണുന്നില്ല. ഒരു ഡേഞ്ചർ സിറ്റുവേഷനിൽ നിന്ന് അവളെ സേവ് ചെയ്തിട്ട് പോലും അവൾക്ക് എന്നോട് പുച്ഛം. ഇതുപോലെ വിരുദ്ധ ധ്രുവങ്ങളിലുള്ളവരാ ചിലപ്പോ പരസ്പരം പ്രേമിക്കുകയും അടുക്കുകയൊക്കെ ചെയ്യുന്നത്. എനിക്ക് അവളോട് അത്രയ്ക്ക് വലിയ താല്പര്യമൊന്നുമില്ല. പിന്നെ അമ്മ നിർബന്ധിക്കുന്നതുകൊണ്ടാ ഞാനിതൊക്കെ ചെയ്യുന്നത്. ഓട്ടക്കാലണയും വെച്ച് കോടികൾ സ്വപ്നം കാണുന്ന നമ്മളാ വിഡ്ഢികൾ. ആകാശത്തോളം സ്വപ്നം കണ്ടാലേ കുന്നോളം എങ്കിലും സ്വന്തമാക്കാൻ പറ്റൂ. സമയമുണ്ടല്ലോ, നോക്കാം. ഗിരിജ തിരിച്ചു വന്നു. അക്കാര്യം ഓർമ്മ വേണം. ആരെങ്കിലും ഇതറിഞ്ഞാ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് മുടക്കാൻ വരും. അവള് ഭയങ്കര ഭാഗ്യം ചെയ്തവളാ. എപ്പോഴും അവളെ സേവ് ചെയ്യാൻ ഒരാൾ എവിടെ നിന്നെങ്കിലും എത്തും. എങ്ങനെയെങ്കിലും നീ അവളെ മയക്കിയേ പറ്റൂ. പൊടി വിതറി മയക്കാനേ അവള് കൊച്ചുകുട്ടിയൊന്നുമല്ല. നാവില്ലെങ്കിലും അതും കൂടി ബുദ്ധിയായിട്ട് ദൈവം അവൾക്ക് കൊടുത്തിട്ടുണ്ട്. ഓ, അമ്മ നോക്കിക്കോ, ഒരു ദിവസം ഞാൻ അവളെ എന്റെ വഴിക്ക് കൊണ്ടുവരും. കൊണ്ടുവന്നാ നിനക്ക് നല്ലത്. മരുവത്തൂരിലെ സ്വത്തുക്കൾ നിനക്ക് അനുഭവിക്കാം. ഇല്ലെങ്കിലേ ഇതുപോലെ തെക്കോട്ടും വടക്കോട്ടും അങ്ങനെ നടക്കാം. അങ്ങനെ തെക്കോട്ടും വടക്കോട്ടും നടക്കാനേ ഞാൻ തീരുമാനിച്ചിട്ടില്ല. നേരെ തന്നെ പോവും. ആഗ്രഹിച്ചത് മുഴുവനും ഞാൻ സ്വന്തമാക്കും. അവളെയും ഞാൻ സ്വന്തമാക്കും. അമ്മ, കുറച്ച് സമയം കൂടി ഒന്ന് കാത്തിരിക്കേ. ഒരവസരം തീർച്ചയായിട്ടും ദൈവം തരും. അന്ന് ഞാൻ അവൾക്ക് മനസ്സിലാക്കി കൊടുക്കും ഈ തരുൺ ആരാണെന്ന്.
ഗിരിജാന്റെ ആളാകെ മാറിയല്ലോ. ദർശനെ വേഗം വാ. നിന്റെ കണ്ണ് കുളിരുന്നൊരു കാഴ്ച കാണിച്ചു തരാം. എന്ത് കാഴ്ച? അതൊക്കെ ഉണ്ട്, നീ വാ. ഞാൻ ഓഫീസിൽ പോകാൻ റെഡി ആയിക്കൊണ്ടിരിക്കുന്ന കണ്ടില്ലേ? എന്ത് കാഴ്ചയാണെങ്കിലും താഴോട്ട് വരുമ്പോ കാണാം. അയ്യോ, അതൊന്നും പറ്റില്ല. രൂപേഷേട്ടാ, ഈ കാഴ്ച അങ്ങനെ ഒരുപാട് നേരം നിക്കത്തില്ല, പെട്ടെന്ന് മാഞ്ഞു പോവും. ചിലപ്പോ പിന്നെ കാണാൻ പറ്റില്ലെന്നും വരും. ഇപ്പൊ വന്നാലേ കാണാൻ പറ്റൂ. അതെന്താ അങ്ങനൊരു കാഴ്ച? അതൊക്കെ വന്ന് കണ്ടാലേ മനസ്സിലാവൂ. നീ വാ. വരാൻ. രൂപേഷേട്ടാ, വാ. എന്താ രൂപേഷേട്ടാ? നോക്കേ. ഇവർക്ക് യഥാർത്ഥത്തിൽ മാനസാന്തരം വന്നേ ആയിരിക്കൂ. നരി ഒരിക്കലും നായ ആവില്ല. എപ്പോ വേണമെങ്കിലും ഈ കാറ്റ് തിരിച്ചു വീശാം. എന്താടി പോയില്ലേ? അങ്ങോട്ട് നോക്ക്. എനിക്കിതൊന്നും കണ്ടിട്ട് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. പഴയ ഗിരിജ തന്നെയാണോ ഇത്? തൽക്കാലം വിശ്വസിച്ചേ പറ്റൂ. മറിച്ച് എന്തെങ്കിലും സംഭവിക്കുന്നത് വരെ നമ്മുടെ കൺമുന്നിൽ കാണുന്നത് മാത്രമാണ് സത്യം. എടുത്തി വന്നു. ഗിരിജേ, നീ എന്തിനാ ഇപ്പൊ ഇതൊക്കെ ചെയ്യുന്നേ? പാത്രം കഴുകാൻ ഇവിടെ രാജിയുണ്ടല്ലോ. ജോലിക്കാരെ കൊണ്ട് അടുക്കളയിലെ എല്ലാ ജോലിയും ചെയ്യിക്കാന്ന് ഞാനും വിചാരിച്ചിരുന്നു, ഇവിടുന്ന് പോകുന്നത് വരെ. പക്ഷേ പിന്നീടാണ് എനിക്ക് സത്യം മനസ്സിലായത്. നമ്മുടെ അടുക്കളയിലെ ജോലികള് പരമാവധി നമ്മൾ തന്നെ ചെയ്യണം. ജോലിക്ക് വരുന്നവർക്കും കുടുംബവും കുട്ടികളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടെന്ന് നമ്മളും മനസ്സിലാക്കണം. ജോലി ചെയ്യാൻ പണ്ട് എനിക്ക് മടിയുണ്ടായിരുന്നു. ഇപ്പൊ എനിക്ക് ഒരു മടിയുമില്ല. എത്ര ജോലി വേണമെങ്കിലും ചെയ്യാം. ഗിരിജെ, നിന്റെ മനസ്സിൽ ഒരുപാട് വിഷമങ്ങളുണ്ടെന്ന് എനിക്കറിയാം. ഇവിടെയുള്ളവരെ വിശ്വസിപ്പിക്കാൻ വേണ്ടി നീ ഇതുപോലുള്ള ജോലികളൊന്നും ചെയ്യണ്ട. ഈ വീട്ടിൽ പണ്ടുണ്ടായിരുന്ന നിന്റെ സ്ഥാനത്തിന് ഒരു മാറ്റവും വന്നിട്ടില്ല. മരുവത്തൂരിലെ പവിത്രന്റെ ഭാര്യ തന്നെയാ നീ. അതിന്റെ അന്തസ്സും പ്രൗഢിയും എന്നും നിനക്കുണ്ട്. ഇതൊക്കെ ചെയ്യാൻ ഇവിടെ വേറെ ആളുകളുണ്ട്. നീ ഇതൊന്നും ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ചേച്ചിക്ക് എന്താ ഉച്ചയ്ക്ക് സ്പെഷ്യല് വേണ്ടേ? ഞാൻ റെഡിയാക്കി തരാം. അയ്യോ, എനിക്കൊന്നും വേണ്ട. നീ സന്തോഷത്തോടുകൂടി അങ്ങ് ഇരുന്നാ മതി. നിനക്കിവിടെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ അതെന്നോട് പറഞ്ഞാ മതി. നിനക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടാകാതെ ഞാൻ നോക്കിക്കോളാം. എനിക്കെന്ത് ബുദ്ധിമുട്ട്? കണ്ണുള്ളപ്പോ കണ്ണിന്റെ വില അറിയില്ലെന്ന് പറഞ്ഞ പോലെ ഈ വീട്ടിൽ താമസിച്ചിരുന്നപ്പോ ഞാൻ നിങ്ങളുടെ ആരുടെ സ്നേഹത്തിന്റെ വില അറിഞ്ഞിരുന്നില്ല. ഇവിടുന്ന് പുറപ്പെട്ടപ്പോഴാ എന്റെ നഷ്ടം എത്ര വലുതാണെന്ന് ഞാൻ തിരിച്ചറിയുന്നത്. പവിയേട്ടനോട് ഞാൻ എത്രയോ വട്ടം പറഞ്ഞു എന്നറിയോ നമുക്ക് തിരിച്ചു പോവാന്ന്. ചേച്ചിയുടെ കാല് പിടിച്ച് ഞാൻ മാപ്പ് പറയാം, ചേച്ചി ക്ഷമിക്കുമെന്നൊക്കെ ഞാൻ പറഞ്ഞു. പക്ഷേ പവിയേട്ടൻ അത് കേട്ടില്ല. ചേച്ചി തിരിച്ചു വിളിക്കുന്നത് വരെ വരില്ല എന്ന വാശിയിലായിരുന്നു. ഇങ്ങനെ പോയാ ഗിരിജ എന്റെ വിശുദ്ധയായി പ്രഖ്യാപിക്കേണ്ടി വരും.
അത്രയ്ക്ക് നല്ല കാര്യങ്ങൾ മാത്രമാ ഇപ്പൊ അവരുടെ മനസ്സിലുള്ളത്. നല്ലതാണോ ചീത്തയാണോന്ന് അറിയാൻ പോകുന്നതേ ഉള്ളൂ.